ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡെത്ത് കാർഡാണ് നമുക്കവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ദ എംപറർ കാർഡ്, 8 of Pentacles, Ace of Wands, Knight of Wands, 5 of Swords, Queen of Cups, Queen of Swords, 7 of Wands, 5 of Pentacles, Temperance, Page of Cups. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, 3 of Swords ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓവറോൾ എല്ലാ കാർഡുകളും വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എനർജി നോക്കുമ്പോൾ ഇത് ഒരു ഡീപ്പായിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ അവിടെ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഒരു ഹേർട്ടും ഒരു വേദനയും ഒരുമിച്ചുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ഓവറോൾ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. നമുക്കിനി ഓരോ കാർഡുകൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് നമുക്കിവിടെ ഡെത്ത് കാർഡാണ്. ഈ ഒരു ഡെത്ത് കാർഡും ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ അവര് ചിലപ്പോൾ ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്ന് കരുതി തളർന്നു നിന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതി നിന്ന സമയത്ത് ഒക്കെ ഒരു തണലും താങ്ങുമായിട്ട് കെയർ ആയിട്ട് സപ്പോർട്ടീവായിട്ടൊക്കെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു പേഴ്സൺ ആകാം. അങ്ങനെ നിങ്ങൾ കടന്നു ചെന്ന് നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുകയും ആ ഒരു പോസിറ്റീവ് വൈബിൽ നിന്ന് അവർ പിടിച്ചു കയറി അങ്ങനെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജീവിതം ലൈഫ് തന്നെ അവരെ മറ്റൊരു തലത്തിലേക്ക് അവരുടെ ചിന്തയെയും മനസ്സിനെയും ഒക്കെ കൊണ്ടുപോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഒരു ടെമ്പറൻസ് കാർഡ് കാണുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ശാന്തിയും അതുപോലെ ബാലൻസും നൽകുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വൈബിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം മനസ്സിന് തോന്നുകയും അങ്ങനെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവര് നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപുള്ള സമയവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷമുള്ള ഒരു സമയം എന്ന രീതിയിൽ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. അപ്പം അവരുടെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു പേഴ്സൺ എന്ന രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ സെക്കൻഡ് കാർഡ് ദ എംപറർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഒരു
റെസ്പോൺസിബിൾ പേഴ്സണും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ എന്ത് കാര്യത്തിൽ നിന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടും നിങ്ങളെ അവർ കാണുന്നു എന്നുള്ളതാണ്. അതാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളെ അവർ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു കാര്യം. അതുപോലെ പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സ്, എംപററിന്റെ അടിയിലായിട്ട് നമുക്കൊരു ക്യൂൻ ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഒരു ക്ലിയർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പൊ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പറയാനുള്ള കാര്യങ്ങൾ വാതുറന്ന് പറയേണ്ട സമയത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവർക്കൊരു വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇനി സ്നേഹമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ എന്ത് ഒരു ഫീലിങ്സ് ആണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, അവരോടിപ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്ന സമയത്ത് എനിക്ക് ഇത്രയധികം സ്നേഹം നിങ്ങളോട് തോന്നുന്നു, വളരെയധികം ഫീലിങ്സുകൾ വരുന്നു എന്ന് പറയാനും, ദേഷ്യം തോന്നുന്ന സമയത്ത് നിങ്ങളെ കാണിച്ച് വളരെ മോശമായി പോയി, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാനും ഈ ഒരു വ്യക്തി, അതുപോലെ അങ്ങനെ പറയുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങളൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇവര് നിങ്ങളെ കാണുന്നു. അങ്ങനെയാണ് അവർക്ക് നിങ്ങളോട് വളരെ അധികം റെസ്പെക്ട് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഈ ഒരു ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ അവർ മനസ്സിലാക്കുന്നു, അതിൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ആളിന് ഒരു നല്ലൊരു പവർ ഉള്ള ഒരു പേഴ്സൺ ആണ്, ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഫീല് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. വളരെ കെയറിങ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള, ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു ഇമോഷണൽ വൈബ് ഏതാണെന്ന് മനസ്സിലാക്കി അതേ സെയിം വൈബിൽ പ്രതികരിക്കാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവരുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവരോട് ഇപ്പോൾ അവർ എന്ത് രീതിയിലാണോ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തിരിച്ചും ആ ഒരു വൈബ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവർ നോക്കുമ്പോൾ ഏറ്റവും ഒരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് വരുന്നത്. അതായത് അവരിപ്പോൾ ഒരു സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ, സാഡ് മൂഡിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആ ഒരു സാഡ് മൂഡിലായിരിക്കുന്ന എന്നത് നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ കൂടിയും അത് മനസ്സിലാക്കാനും, അത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതാണ്, ഒന്നും നിങ്ങളോട് പറയേണ്ടതായിട്ടില്ല, എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കെയറിങ് നൽകുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി വരുന്നുണ്ട്. അതുപോലെ പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഈ ഒരു പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സുകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് കുറഞ്ഞു, ഒരു സ്നേഹം കുറഞ്ഞു, അങ്ങനെ തോന്നുന്ന സമയത്ത് എനിക്കിപ്പോൾ നിങ്ങളോട് പണ്ടത്തെ പോലെ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കേട്ടോ, അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന രീതിയിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറയുന്നുണ്ടാവാം. അപ്പം അതാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഇല്ലെങ്കിൽ ഇല്ല, ഓക്കെ നമ്മൾ തമ്മിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടോ, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ, ഓക്കെ പോകാം എന്ന രീതിയിൽ പോകും. ഇല്ല, ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന പോലെയാണ് ഇട്ടോ എന്ന് പറയാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഈ ഒരു പേഴ്സൺ ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് ഉള്ളതുപോലെ കാണിക്കുന്ന പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്ന നല്ല മനസ്സുള്ള ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏസ് ഓഫ് വാൻസ്, ഇതൊരു ഫയർ എനർജിയാണ്. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തൊട്ടടുത്ത് തന്നെ നൈറ്റ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് അട്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. പിന്നെ നൈറ്റ് ഓഫ് വാൻസ് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നതുകൊണ്ട് പാഷനേറ്റ് ആണത്. വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വളരെയധികം ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. വളരെ ഡീപ്പായിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവബിൾ എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അതായത് ഒരു നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. അത് നിങ്ങൾ ആ കൊടുത്ത സ്നേഹം അതേ രീതിയിൽ അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും എക്സൈറ്റ്മെന്റോട് കൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് സോർഡ്സിന്റെ ഒപ്പം തന്നെ ഇവിടെ മാസ്റ്റർ കാർഡ് നമുക്ക് ഇവിടെ 3 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ
സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും അതുപോലെ ഈഗോ ക്ലാഷസ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 3 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കും ഉണ്ടായിട്ടുണ്ട്, അതിന്റെ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയധികം സ്നേഹത്തോടും എക്സൈറ്റ്മെന്റോടും കൂടി ഒക്കെ സ്നേഹിച്ചിരുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ വളരെയധികം ഹൃദയം തുറന്ന് സ്നേഹിച്ചെങ്കിൽ പോലും ഇതിന് നിങ്ങളുടെ ഇടയിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്, അത് ഫാമിലി ആകാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആകാം, ഒരു സിറ്റുവേഷൻ ആകാം. എന്താണോ ആ ഒരു കാര്യം ഇവിടെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഈഗോ ക്ലാഷസും കൊണ്ടുവന്നു, അത് ഒരു ഹാർട്ട് ബ്രേക്കിലേക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും പലരും സെപ്പറേഷനിൽ പോയിട്ടുണ്ടാകാം, ഇല്ല ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും അത് ഒരു ഹൃദയവേദന കൊടുത്തു, ഒരു വേദന കൊടുത്തു ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും തന്നിട്ടുണ്ടാകും. അപ്പൊ അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ എന്ന് ഒരു സൈഡിൽ അവർ ചിന്തിക്കുന്നത്. ഇത്രയധികം എക്സൈറ്റ്മെന്റോടുകൂടി എനിക്ക് സ്നേഹവും കെയറും കാര്യങ്ങളും പെർഫെക്ഷനും ഒക്കെ തന്നൊരു പേഴ്സൺ ആണെങ്കിൽ കൂടി ഒരു സൈഡിൽ എന്നെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു പേഴ്സൺ കൂടിയാണ് നിങ്ങൾ എന്ന് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് വരും ഞാനിത് പറയുന്ന സമയത്ത്. പിന്നെ നമുക്കിവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് പെന്റക്കിൾസ്. ഈ 2 കാർഡുകൾ ഒട്ടടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ച് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ഡിഫെൻസീവ് ആയി എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. 5 ഓഫ് പെന്റക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്കും വളരെയധികം ഒറ്റപ്പെട്ട ഒരു അവസ്ഥ, അതുപോലെ വളരെയധികം ഹേർട്ടായ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റപ്പെട്ട ഒരു മനുഷ്യന്റെ വേദനയും വിഷമങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു, ആ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ചിലപ്പോൾ അവരായിരിക്കാം, അങ്ങനെ അവർ തന്നെ ആ ഒരു സെപ്പറേഷനിലേക്ക് പോയതുമായിരിക്കാം. എങ്കിലും ഇപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ അവർ ഒറ്റയ്ക്കായി പോയതുപോലെ അവർക്ക് തോന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, 8 ഓഫ് പെന്റക്കിൾസ് കാർഡ് ഉണ്ട്. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് നിങ്ങളെ ഒബ്സർവ് ചെയ്യാണ്, നിങ്ങളെ ഇനി എന്ത് ആക്ഷൻസ് എടുക്കുന്നു എന്നൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അവർ നിങ്ങളെ കാണുന്നത് സ്നേഹമുള്ള ഒരാളായിട്ട് തന്നെയാണ്, അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്, വളരെ അട്രാക്റ്റീവായി എക്സൈറ്റ്മെന്റോടുകൂടി ഒരാളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ കുറച്ചധികം വേദനകൾ നൽകിയ ഒരാളായിട്ടും നിങ്ങളെ അവർ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ ഇപ്പോൾ സ്നേഹവും വേദനയും ഒരുമിച്ച് നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിലാണ് നിങ്ങളെ കാണുന്നത് അവര് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണ്. അവരുടെ മനസ്സിൽ എന്നും ഈ ഒരു നിങ്ങൾ ഉണ്ടാകും. അവർക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട്. അവരുടെ ഫീലിങ്സ് ശരിക്കും പ്യുവർ ആണ്. അവർക്ക് ഇപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അട്രാക്ഷൻ, നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഇനി സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും ഈ ഒരു സമയത്തും ആ നിങ്ങളോടുള്ള സ്നേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ആ ഒരു ഫീലിങ്സ് പുൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന പോലെ, അതുപോലെ ഹൃദയം വിങ്ങുന്ന പോലെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വേദന അവരെ അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ആ ഒരു ഹേർട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അത് ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നതാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവരിപ്പോ ശരിക്കും ഹേർട്ട് ആയിരിക്കുന്നു. നമുക്കിവിടെ 3 ഓഫ് സോഴ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതുപോലെ 5 ഓഫ് പെന്റക്കിൾസും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് വീണ്ടും ആ ഒരു വേദന കിട്ടുമോ എന്നൊരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല ഈ ഒരു വേദന ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ഏത് വഴി വേണേലും അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വേദന എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതിന് കാരണക്കാരനായിട്ടുള്ളത് അല്ല കാരണക്കാരിയായിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഒരു ഉടഞ്ഞ പാത്രം പോലെയാണ് അവരുടെ ഹൃദയം ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അവര് ഈ ഒരു അവസ്ഥയിൽ പോലും അവരുടെ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് തുറന്ന് കാണിക്കാനായിട്ട് അവർ പേടിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസ് അല്ലെങ്കിൽ നിങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആളുകളോ ആരെയോ പേടിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ടോണ്ട് തന്നെ ഈ ഒരു ബന്ധം സ്ലോ ആയിട്ട് ഹീൽ ആകാനുള്ള ഒരു ചാൻസസ് നമുക്ക് പറയാൻ പറ്റും. മറ്റേ 8 ഓഫ് പെന്റക്കിൾസിന് കാണുന്ന പോലെ നല്ല രീതിയിൽ എഫേർട്ട് വേണം. ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ, രണ്ടുപേരും രണ്ട് സൈഡിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് ബാക്ക് ടു നോർമലിലേക്ക് പോവുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം എംബറർ കാർഡ് നമുക്കിവിടെ ഉണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു ഇനി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഇവിടെ ഒരു വാർണിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഈഗോയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ആ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ വീണ്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് വരികയാണെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറക്കാനായിട്ട് ശ്രമിക്കണം. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ്, നിങ്ങളായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം ഫീലിങ്സ് ക്ലിയർ ആയിട്ട് ആ ഒരു വ്യക്തിയോട് കൺവേ ചെയ്യുക, പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കുറച്ച് പേഷ്യൻസ് ഉണ്ടാണ്, റഷായിട്ട് ഉള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു ഹീലിംഗിലേക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഹീലിംഗിലേക്കാണ് പോകേണ്ടത്. ആ ഒരു പഴയ വേദനയൊക്കെ ക്ലിയർ ആക്കണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ആ ഒരു വേദനയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യാൻ കൂടി പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ എൻഡ് ആയിട്ടില്ല, പോസ്റ്റ് സ്റ്റേജിലാണ് എന്നുള്ളത്. അതൊരു സ്റ്റക്കായി നിൽക്കുകയാണ്. ശരിയായി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീയൂണിയനുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഒട്ടും നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് മുന്നോട്ട് ഇറങ്ങണം. ഒരു കെയർലെസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് ഹേർട്ട് ആകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഞാൻ ഫസ്റ്റ് പറഞ്ഞു പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സീക്രട്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഹിഡൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു സീരിയസ് കമ്മിറ്റ്മെന്റ് ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു കാർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും മൂന്നാമത് ഒരാളുടെ ഇന്റർഫിയറൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്, അതിൽ നിന്നുള്ള വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവർ കുറച്ച് ഡിഫെൻസീവ് ആയിട്ടൊക്കെ നിൽക്കുന്നു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് അവർ വളരെ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നു, മറുഭാഗത്ത് നിങ്ങളോടുള്ള ഇമോഷൻ കണക്ഷൻ വളരെയധികം അട്രാക്ഷൻ അവർക്ക് കൊണ്ടുവരുന്നു. അപ്പം മറ്റൊരാൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ടെങ്കിൽ പോലും ഹൃദയം മുഴുവനായിട്ടും അവിടെ അല്ല, ആ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സിറ്റുവേഷൻസ് ഇപ്പോൾ ബാലൻസ് അല്ല, അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നു. തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അല്ല, അതൊരു ടെമ്പററി ആയിരിക്കാം അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കാം. ഒരു ഡീപ്പ് ലവ് അത് എപ്പോഴും അവർക്ക് നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ആരെ ചൂസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാകാതെ ഒരു കൺഫ്യൂസ് സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്ന നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അവർ മറ്റൊരാളോടൊപ്പം ഉണ്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഉണ്ടായാലും അത് സീരിയസ് ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. അതിനൊക്കെ തട്ടിമറിഞ്ഞു പോകാനുള്ള ചാൻസസ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഒരിക്കലും കയറി വന്ന് ഇതിലൊരു പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഇടയിൽ നിൽക്കത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ തമ്മിലൊരു ഡീപ്പർ കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ വളരെയധികം സ്നേഹത്തിന്റെ ഒരു കണക്ഷനാണ് നിങ്ങളോട്. അത്രയധികം ഒരു നമുക്കിവിടെ ക്യൂൺ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് വളരെ കെയറിങ് ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അവരുടെ ഈ ഒരു ഫീലിങ്സുകളെല്ലാം തന്നെ ജെനുവിൻ ആണ്. നിങ്ങളുടെ ഫീലിങ്സുകളും വളരെ ജെനുവിൻ ആണ്, ഇന്നസെന്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് റീബിൽഡ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസസ് ആണ് കൂടുതലും നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. Soul messages from your person. Okay, soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ്, യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വ്യക്തിയാണ്, എൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഹേർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മാത്രമല്ല ഒരു പേഴ്സണെ വേദനിപ്പിച്ചിട്ടുള്ളത്, അവരും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എവറിത്തിങ് ഗോയിങ് ടു ടേൺ ഔട്ട് ഓക്കെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ സെപ്പറേഷനിൽ പോലും അവർക്ക് ഫീൽ ചെയ്യുന്നു എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട്, അതായത് നമുക്ക് അനുകൂലമായിട്ട്, നമ്മുടെ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ട് എല്ലാം ഓക്കെ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഈ പേഴ്സൺ പറയുകയാണ്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ എം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ഒരു രീതിയിലും നീ പേടിക്കേണ്ട എന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ഓൾവേസ് ഞാനിവിടെ ഉണ്ട്, ഐ ലവ് യു സോ മച്ച്, നിങ്ങളെ വളരെയധികം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം ഈ പേഴ്സൺ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ലവ് മീ ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. ഞാൻ ഒറ്റ കാര്യം എന്നോട് ചോദിക്കുന്നുള്ളൂ, എന്നെ ഒന്ന് സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ് ടു ടോക്ക്. ഓക്കെ, അവർക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അവരായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ മുൻകൈ എടുത്ത് സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. അതിനവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഐ ലവ് യു മോർ ഡീപ്ലി ദാൻ വേർഡ്സ് ക്യാൻ എവർ ഫുള്ളി എക്സ്പ്രസ്. ഓക്കെ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അധികമായിട്ട് ഡീപ്പായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഓൾവേസ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ്. ആ ഒരു പേഴ്സൺ അത്തരത്തിലാണ് ആ ഒരു സോൾ മെസ്സേജസ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1987 എന്ന് പറയുന്ന വർഷമാണ്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 10, 2003 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 56, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് പ്രതീക്ഷിക്കാം. കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാകാം. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാകും. ഇത് നിങ്ങളുടെ ലൈഫിന്റെ മാറ്റത്തിന്റെ ഒരു സൈനാണ് റെയിൻബോ സയൻസ്. ഓക്കെ, ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1999 കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 6, 2001, നമ്പർ 42, 1976. ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ O, 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33, നമ്പർ 28, ലെറ്റർ T, നമ്പർ 25, ഒക്ടോബർ മന്ത്, ലെറ്റർ Y. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.